ഹായ്, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സീ വേൾഡിലാണ്. തിരുവല്ലയിൽ നടക്കുന്ന മറൈൻ എക്സ്പോയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വരും എന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്, ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. സീ വേൾഡ് മറൈൻ എക്സ്പോയിൽ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം. അതുപോലെ തന്നെ തിരുവല്ലക്കാരുടെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താണെന്നും കൂടെ നമുക്ക് ചോദിച്ചു വന്നാലോ? അതെ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മൈസൂർ പാലസ്. അത് നമ്മൾ വന്നോണ്ട് ഇത് കണ്ടില്ലായിരുന്നു അല്ലേ? നല്ല തുടങ്ങിയ നമ്മൾ ആദ്യ ദിവസം എടുത്തോണ്ടാണ്. ഇത് നല്ല രസമുണ്ടല്ലേ, അടിപൊളിയായി ഒരുപാട് മീനൊക്കെ വന്നല്ലേ. ഇത് കരിമീനാണ് തോന്നുന്നല്ലേ? അത് ഓസ്കാർ രസമുണ്ടല്ലേ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അകത്ത് കയറിയാണ്. ഇന്നാ തിരക്കാണെന്നറിയാവോ? നോക്കിക്കേ, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ നല്ല തിരക്ക്. അതുപോലെ തന്നെ ഒരുപാട് മീനിൻ്റെ അപ്ഡേഷൻ നടത്തുന്നുണ്ട്. ഏകദേശം 20,000 മീനുകളുടെ അപ്ഡേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയപ്പം കുറവായിരുന്നു മീനുകൾ. നമ്മുടെ വീഡിയോയിൽ ആദ്യം തന്നെ കാണുമ്പോൾ നമുക്കത് മനസ്സിലായി. എന്നിരുന്നാൽ ഇന്ന് ഏകദേശം 50,000-ന് മുകളിൽ മീനുകൾ ഇന്നിവിടെ ഉണ്ട്. ഇനി നോക്കിയ വലിയ അരോണ ഫിഷ്, ഇത് ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതുപോലെ തന്നെ അലിഗേറ്ററൊക്കെ വലിയ അലിഗേറ്ററാണ്, ഒന്നും ചെറുതില്ല. നമ്മുടെ അരാപ്പൈമ അതുപോലെ തന്നെ വലിയ അരാപ്പൈമ കണ്ടോ, റെഡ് ടെയിലുള്ള അരാപ്പൈമ സൂപ്പറല്ലേ കാണാനായിട്ട്. അങ്ങനെ വലുതും ചെറുതുമായ ഏകദേശം 50,000 മീനുകളാണ് ഈ ടണൽ അക്വേറിയത്തിനകത്ത് ഉള്ളത്. 50,000 ഒന്നുമല്ല, എൻ്റെ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുകയും ചെയ്യും. കണ്ടോ, ഇത് നമ്മുടെ റെഡ് ബെല്ലി പോലത്തെ മീനുകളാണ്, ഫിഷുകളാണ്. ഇതിനകത്ത് ഷാർക്കുണ്ട്, വൈറ്റ് ഷാർക്കൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇപ്പം തിരുവല്ലയിൽ മറൈൻ എക്സ്പോ കാണാനായിട്ട് വരുന്നത്. കുട്ടികൾക്കൊക്കെ അവധി ആയതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ. ടെട്രയൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ അക്വേറിയമാണ് തിരുവല്ല മറൈൻ എക്സ്പോയിലുള്ളത്. അത് ഏകദേശം 300 മീറ്ററിലധികം നീളമുള്ള ടണൽ അക്വേറിയം. അരോണ, വലിയ അരാപ്പൈമ, അതുപോലെ തന്നെ അലിഗേറ്റർ, ക്യാറ്റ് ഫിഷ്, നട്ടർ പോലുള്ള ഫിഷ് ഇനങ്ങളെ, നമ്മുടെ ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഷാർക്ക്, അതുപോലെ കോയിക്കാർപ്പൊക്കെ കണ്ട എന്ത് കണ്ടെന്ന് പറയാം. കോയിക്കാർപ്പ്, മിൽക്കി കാർപ്പ്, അമ്മാതിരി കളക്ഷൻസ്. അതുപോലെ കരിമീൻ, വിഡോ ഫിഷ്, ടെട്രാ ഫിഷ്, ഗോൾഡ് ഫിഷിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, റെഡ് ക്യാപ്പ്, ബ്ലാക്ക് മോളി, ഓസ്കാർ ഫിഷ് ഉണ്ട്. അത് വലുതും ചെറുതുമായിട്ട് ഒരുപാടെണ്ണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഓസ്കാർ ഉണ്ട് അവിടെ. ഓസ്കാറിൻ്റെ വെറൈറ്റി ഒരുപാടുണ്ട്. കാരണം ചിരിയൊക്കെ കണ്ടില്ലേ, ഫിഷിനെയൊക്കെ കണ്ട് എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് കേട്ടോ. ടണൽ അക്വേറിയത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കിടെ മുകളിലൂടെ മീനൊക്കെ പോകുന്നത് കാണാൻ തന്നെ നമുക്ക് അതിശയമാണ്. സത്യം പറയാമല്ലോ, അതൊരു അതിശയം തന്നെയാണ്. മീനൊക്കെ നമ്മളിങ്ങനെ നീന്തി തുടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഉള്ളിരിക്കല്ലേ. കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രിയമേറുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. വീട്ടുകാർ കുട്ടികളെയും കൊണ്ട് ഒരുപാട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അരപ്പൈമ പോകുന്നതാണോ, എന്നാ ലുക്കല്ലേ, നല്ല രസമില്ല. നമുക്ക് അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഇതൊന്നും നല്ല വൃത്തിക്ക് കാണാനായിട്ട് സാധിക്കില്ല, ലൈറ്റിനൊക്കെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ ഇന്ന് അത് തികച്ചും വ്യത്യസ്തമായി എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്വർഗ്ഗലോകത്ത് പോയതുപോലെ, അല്ലെങ്കിൽ കടലിനടിയിൽ വന്നതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും. അമ്മാതിരി രീതിയിൽ സീ വേൾഡിൻ്റെ ടീം നമുക്കായിട്ട് കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നു. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുകയും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയാണ് കൂടുതലായിട്ട് വരുന്നത്. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ടെന്നല്ല, വരാൻ പറ്റും, കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. 100 രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീസ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ്. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പം ചൂട് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നിരുന്നാലും പേടിക്കേണ്ട, ഇത് മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്ത സ്റ്റാളുകളാണ് കൂടുതൽ. അക്വേറിയം ആയിക്കോട്ടെ, സ്റ്റാളുകളായിക്കോട്ടെ എയർ കണ്ടീഷൻ ചെയ്താണ്. അതുപോലെ തന്നെ നോൺ AC സ്റ്റാളുകളും ഇവിടെ ഉണ്ട്. മീനുകളുടെ മായാലോകത്ത് നിന്ന് നമ്മൾ ഇറങ്ങി അടുത്തതായിട്ട് ചെല്ലുന്നത് നമ്മുടെ മർമെയ്ഡിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ 360 വ്യൂ ഉള്ളൊരു ഇത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. മർമെയ്ഡ് ഷോ കാണാൻ തന്നെ ജനങ്ങളുടെ തിരക്കാണ്. ഇവിടെ മെയിനായിട്ട് എല്ലാവരും വരുന്നത് മർമെയ്ഡ്സിനെ കാണാനും അവരുടെ ഷോ കാണാനും. എന്നിരുന്നാലും മർമെയ്ഡ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ടീം തന്നെയുണ്ട്.
കടലിനടിയിലൊക്കെ പോകുന്ന സ്കൂബ ഡൈവേഴ്സിലെ അവരെ നമുക്ക് നേരിട്ട് കാണാനും അവരുടെ ഷോ കാണാനും നമുക്ക് അവരുടെ ഓരോരോ അഭ്യാസങ്ങളൊക്കെ നമ്മളെ അവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് ഒരുപാട് പേരാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എന്നിരുന്നാലും മർമെയ്ഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. മർമെയ്ഡിൻ്റെ ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്കൂബ ഡൈവേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ആരും കാണത്തില്ല. എല്ലാവരും അപ്പുറത്ത് മർമെയ്ഡ് ഷോ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മർമെയ്ഡ് ഷോയ്ക്ക് ഒന്ന് കണ്ടുതരാം. അത് ഷോ തുടങ്ങിയാണ്. 2 റഷ്യൻ സുന്ദരികളാണ് ഇവിടെ മർമെയ്ഡ് ഷോ ചെയ്യുന്നത്. കണ്ടോ, അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഈ ടാങ്കിനകത്ത് അല്ലേ. നല്ല രസമില്ലേ? ഞാൻ ആദ്യം വരുന്ന സമയത്ത് ഈ ടാങ്കിനകത്തേക്ക് സ്പോട്ട് ലൈറ്റ് അടിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാൽ ഇന്ന് അത് തികച്ചും വ്യത്യസ്തമായിട്ട് ടാങ്കിനകത്തേക്ക് നല്ല രീതിയിൽ പ്രകാശിച്ച് നല്ല രീതിയിൽ നമുക്ക് ഷോ കാണാനായിട്ടുള്ള സൗകര്യം ടീം സീ വേൾഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് മറൈൻ എക്സ്പോയെക്കുറിച്ചും ഈ മർമെയ്ഡ് ഷോയെക്കുറിച്ചും മറ്റുമെല്ലാം ഈ എക്സ്പോയെക്കുറിച്ച് ടോട്ടലായിട്ട് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചറിയാം. തിരുവല്ലക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നോ കാഴ്ചകളൊക്കെ? ഇഷ്ടപ്പെട്ടോ? എല്ലാ കയറി കണ്ടോ? മീനുകളെയൊക്കെയോ? മർമെയ്ഡ് എങ്ങനെയുണ്ട്? മർമെയ്ഡ് ഷോ ഭംഗിയായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഇഷ്ടപ്പെട്ടല്ലേ? ആദ്യമായിട്ടാണോ വരുന്നത്? ഇവിടെ തിരുവല്ലയിലാണോ വീട്? ഈ ഷോയെ കുറിച്ചുള്ള അഭിപ്രായം? ഷോയുടെ കുറിച്ചുള്ള നല്ല അഭിപ്രായമാണ്. ഷോ എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല, നല്ലത്. ഇഷ്ടപ്പെട്ടു. തിരുവല്ലയിലാണോ? ഇത് ആദ്യമായിട്ടാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം കുട്ടികളെ കാണിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ വന്നിട്ട്? ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ട? മീനുകളുടെയാണോ മർമെയ്ഡിനാണ്? എല്ലാം കൊള്ളാം. മർമെയ്ഡ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മോൻ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം. അങ്ങനെ നമ്മൾ ഇനി മർമെയ്ഡ് ഷോയൊക്കെ കണ്ട് ഇപ്പോഴും ഷോ നടക്കുന്ന ഷോയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകണേ, വാണിജ്യ സ്റ്റാളുകളുടെ സെക്ഷനിലേക്ക്. ഇവിടെയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ഒട്ടുമിക്ക എല്ലാവിധ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഏകദേശം 5 രൂപ മുതലുള്ള സാധനങ്ങൾ ഇവിടുന്ന് ലഭ്യമാണ്. ഈ ബാഗുകളൊക്കെ കണ്ടോ, ഇതൊക്കെ 250 രൂപ മുതൽ തുടങ്ങുന്നതാണ്. രാജസ്ഥാനി അല്ലെങ്കിൽ ഗുജറാത്തി സ്റ്റൈലിലുള്ള അങ്ങനെയാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ബാഗുകളാണ് ഇവിടെ ലഭിക്കുന്നത്. കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട് തന്നെ. ഷോ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ മോളെ കൊണ്ട് വന്നതാണ്. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? മർമെയ്ഡ് ഷോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. മീനുകളോ? മർമെയ്ഡ് ഷോ ഇഷ്ടപ്പെട്ടു. മർമെയ്ഡ് ഷോ മീനുകളെ ഇഷ്ടപ്പെട്ടോ? മീൻ കൊള്ളാം. ആദ്യമായിട്ടാണോ വരുന്നത്? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. 100 രൂപയ്ക്ക് വർത്താണോ? 100 രൂപയ്ക്ക് തീർച്ചയായിട്ടും പുറത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് പുറത്താണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലേ? ഇനിയും വരുമോ ഒരു തവണ കൂടെ? ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പെറ്റ്സിനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോയും സെൽഫീസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. എല്ലാ പെറ്റ്സിനെയും കൂടെ ഒന്നിച്ച് വെച്ചെടുക്കുന്നതിന് ഏകദേശം 100 രൂപയേ ഉള്ളൂ. നമ്മുടെ ഇഗ്വാന, സൺകോണൂറ്, അതുപോലെ തന്നെ പൈതല്, നമ്മുടെ ഷുഗർ ഗ്ലൈഡ്, പറക്കുന്ന എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ആ ചെടിച്ചട്ടിയുടെ വില ആ ആ 20 രൂപയുടെ കുഞ്ഞു ചട്ടികളല്ലേ, ചെറിയ ആ ഇത് 10 രൂപ. 10 രൂപയുടെ ചെറിയ ചെറിയ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയല്ലേ, മണി പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട്. ഇത് 50 രൂപയുടെ ആണ്. ഇതും 50. ഇതെല്ലാം 50 രൂപ 80 രൂപയുടെ പാത്രങ്ങൾ. ഇതോ ഇത് 3 എണ്ണം 100. ഇവിടെ 6 ചെടിച്ചട്ടികൾ 100 രൂപയ്ക്ക് കിട്ടും. വിശ്വസിക്കാറില്ല, വിശ്വസിച്ചേ പറ്റൂ. ഇവിടെ ലേഡീസ് ബാഗ്, ജെൻസിൻ്റെ പേഴ്സ്, ബെൽറ്റ് എന്നിവയുടെ എല്ലാം കളക്ഷൻസ് ആണ് കേട്ടോ. 250 രൂപ മുതൽ ഏകദേശം 1200 രൂപ വരെയുള്ള ബാഗുകൾ ഇവിടെ ലഭ്യമാകും. അതും വെറൈറ്റി സാധനങ്ങൾ. അതിവിശാലമായി ഒരുങ്ങിയിരിക്കുന്ന ഫുഡ് കോർട്ടിൻ്റെ സെക്ഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചായ കിട്ടും, അതുപോലെ കോളിഫ്ലവർ ബജ്ജീസ്, പാനിപ്പൂരി, പാവുവട. ഇവിടെ പായസം മേള നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടപ്രഥമൻ, മുളേരി പായസം, പാലട. ഒരു ഗ്ലാസ്സിന് 40 രൂപയേ ഉള്ളൂ ഈ പായസം. ഇരുന്ന് കഴിക്കുന്നതിന് ആവശ്യമായ വിശാലമായ ഡൈനിങ്, കുലിക്ക് സർവത്തിൻ്റെ സ്റ്റാള്, ഐസ്ക്രീമിൻ്റെ സ്റ്റാള് എന്നിവയെല്ലാം ഒരുക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഒട്ടനവധി നിരവധി ഗെയിമിൻ്റെ സ്റ്റോളുകൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ജയൻറ്റ് വീല്. ഞങ്ങൾ ഇന്ന് ഈ ജയൻറ്റ് വീലൊക്കെ കയറും. അത് ഞാൻ ഇന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്കിതിൽ കാണാൻ കേട്ടോ.
നമ്മൾ ബോള് എറിഞ്ഞിട്ട് 6 ബോൾ വരും. അത് നമ്മൾ ഇവിടെ ഇവിടെ വീഴുന്ന നമ്പർ വെച്ച് കൂട്ടും. എന്നിട്ടാണ് ഈ പ്രൈസ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. കണ്ടോ, അതിനൊക്കെ പൊടി പിടിച്ചിരിക്കുകയാന്ന് തോന്നുന്നു. ഇതൊന്നും ആരും വിൻ ചെയ്തിട്ടില്ല. ഇവിടെ ഷൂട്ടിങ്ങിനാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ ബോൾ ത്രോ ഉണ്ട്. ഗ്ലാസ് മൊത്തം എറിഞ്ഞ് വീഴ്ത്തുവാണെങ്കിൽ പ്രൈസ്. ഈ റൈഡിന്റെ പേര് ബ്രേക്ക് ഡാൻസ് എന്നാണ്. കണ്ടോ, ഒളിച്ചടുക്കുക മൊത്തത്തിൽ. ഈ റൈഡിന്റെ പേര് കൊളംബസ് എന്നാണ് കേട്ടോ. നല്ല രസമല്ലേ? നമ്മൾ സാധാരണ ഇതിന്റെ പേരൊന്നും അറിയത്തില്ല, അങ്ങ് പറഞ്ഞു പോവാണ്. പക്ഷെ ഇതിന്റെ പേര് കൊളംബസ് എന്നാണ്. അങ്ങനെ നമ്മൾ ജെയിൻവിൽ കയറുകയാണ്. ഇതിലെ ഓരോ റൈഡിൽ കയറുന്നതിന് 80 രൂപയാണ് നമ്മളിൽ നിന്ന് ചാർജ് ആകുന്നത്. അത് പ്രത്യേക എന്റെ മോനെ ഏണ്ട് ദൂരെ കണ്ണു തുറക്ക്. കാഴ്ചകൾ കാണണമെങ്കിൽ കണ്ണു തുറക്കണം. തിരുവല്ല ഫുള്ള് കാണാന്നേ. തിരുവല്ലയുടെ ഫുള്ള് ദൃശ്യങ്ങൾ കാണാൻ കേട്ടോ. എടീസില്ല ഫുള്ള് കാണാൻ പറ്റും. തിരുവല്ല അല്ല, നടക്കുന്ന മൊത്തം കാണാൻ പറ്റും. നമ്മുടെ തിരുവല്ല പ്രൈഡ് ബസ് സ്റ്റാൻഡ് ആ കാണുന്നത്. അടിപൊളി. അതാഴോട്ട് പോട്ടെ. ജെയിൻവിൽ ഇരുന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജെയിൻവിൽ നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ തിരുവല്ലയിലെ ഏകദേശ സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇരുന്ന് കാണാം. എക്സ്പോ നടക്കുന്ന ഗ്രൗണ്ട് ഫുള്ള് നമുക്ക് ഇതിനകത്ത് ഇരുന്ന് കാണാം. കൂടാതെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള മറ്റൊട്ടനവധി നിരവധി റൈഡുകൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. എല്ലാത്തിലും കയറാനായിട്ട് നല്ല ജനത്തിരക്കായിരുന്നു. ജെയിൻവിൽ, കൊളംബസ്, അതുപോലെ തന്നെ ഡ്രാഗൺ ട്രെയിൻ കണ്ടോ. ഡ്രാഗൺ ട്രെയിനിലൊക്കെ ഒരുപാട് ആൾക്കാരാണ് കയറുന്നത്. ഡിസ്കോ ഡാൻസ്, അങ്ങനെ നീളുന്നു ഇവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ കാഴ്ചകൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇങ്ങനെയുള്ള സെറ്റപ്പും ഇവിടെയുണ്ട്. ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ജഗതി ചേട്ടൻ്റെ വായിന്ന് പോയ വെള്ളക്കുതിരയും ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം ചെന്നെത്തുന്നത് നേഴ്സറിയിലാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന നേഴ്സറി അല്ല, ഈ ചെടികളുടെ നേഴ്സറി. ഇവിടെ നമുക്ക് 40 രൂപ മുതലുള്ള ചെടികൾ ലഭ്യമാണ്. കൂടാതെ ഫലവൃക്ഷ തൈകൾ ഇവിടുന്ന് മാവ്, പ്ലാവ്, തെങ്ങ്, അങ്ങനെ നീളുന്ന ഒട്ടുമിക്ക എല്ലാ ഫലവൃക്ഷ തൈകളും നമുക്ക് ഇവിടുന്ന് മിറാക്കിൾ ഫ്രൂട്ട്, അതുപോലെ തന്നെ മാതളം, ജംബോട്ടിക്കാവ, മുള്ളമ്പഴം, റംബൂട്ടാന്, ജാതി തൈയ്, കൊടി, നമ്മുടെ കുരുമുളകിൻ്റെ കൊടിയില്ലേ അത്, അങ്ങനെ വേണ്ട എല്ലാവിധ ഫലവൃക്ഷ തൈകളും. മുന്തിരിയുണ്ട് കേട്ടോ. ഇവിടെ നെല്ലി കിട്ടും. കൂടാതെ തന്നെ വളം, അതുപോലെ തന്നെ പോട്ട്, ചെടിച്ചട്ടികൾ, അതുപോലെ ഫ്ലവർ ചെടികളൊക്കെ ധാരാളമാണ്. 40 രൂപ മുതലാണ് റോസ ചെടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 40 രൂപ മുതൽ റോസ ചെടികൾ. ഈ നിൽക്കുന്ന ചെടികൾക്ക് 40 രൂപയാണ്. ഈ ചെടിക്ക് 100-150 രൂപയാണ് കണ്ടത് കേട്ടോ. അതുപോലെ തന്നെ റെഡ്, തെറ്റി, പല വെറൈറ്റി ഓഫ് ചെടികളുണ്ട് കേട്ടോ. ഈ പോട്ടുണ്ട്, ഇതൊക്കെ ടയർ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇതും ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നീളുന്നു ഇവിടുത്തെ കാഴ്ചകൾ. മറൈൻ എക്സ്പോ 2024 മെയ് 20 വരെയാണ് തിരുവല്ലയിലുണ്ടാകുന്നത്. 100 രൂപയുടെ ടിക്കറ്റിന് എല്ലാവരും വന്ന് കാണുക. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. This is signing off with Baulu with me.